Hello, good morning. Good morning, sir. Okay. ഓക്കെ, ഒരൊറ്റ മിനിറ്റ് കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചാളും കൂടെ വരാനുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, നോക്ക്, നമ്മള് പി ബ്ലോക്ക് എലമെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഏതുവരെ നമ്മൾ എടുത്തു? ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെടുത്തു? Borazine. ബോറസീൻ. അതിന്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചോ? ഓക്കെ, അത് നമ്മൾ 13th ഗ്രൂപ്പ് എലമെന്റ് എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രൂപ്പ് 13ലെ എലമെന്റുകൾ ആരൊക്കെയായിരുന്നു? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ട്, ഗാലിയത്തിന്റെ അറ്റോമിക് റേഡിയസ് അലുമിനിയത്തിന്റെ റേഡിയസിനേക്കാളും ചെറുതാണ്. എന്തുകൊണ്ടായിരുന്നു? Ineffective shielding by 3d10 electrons. ഇൻഎഫക്റ്റീവ് ഷീൽഡിങ്. ഷീൽഡിങ് വളരെ കുറവാണ്. ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് ബൈ 3d10 ഇലക്ട്രോൺസ് ഇൻ ഗാലിയം. അതിനുശേഷം നമ്മൾ പിന്നെ ഇനർട്ട് പെയർ എഫക്റ്റ് എന്താന്ന് പറഞ്ഞു, അതിന്റെ കോൺസിക്വൻസ് പറഞ്ഞു അല്ലെ. പിന്നെ അതേപോലെ BCl3 സ്റ്റേബിൾ ആണ്, TLCl3 സ്റ്റേബിൾ അല്ല ഡ്യൂ ടു ഇനർട്ട് പെയർ എഫക്റ്റ്. ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ ബോറോണിന്റെ കോമ്പൗണ്ടുകളെ പറ്റി പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട 4 കോമ്പൗണ്ടുകൾ. ഒന്ന് ബൊറാക്സ് എന്നുള്ളതാണ്. എന്താണ് ബൊറാക്സിന്റെ കെമിക്കൽ ഫോർമുല? Na2B4O7 10H2O. Na2B4O7.10H2O. ഓക്കെ, ദെൻ രണ്ടാമത്തത് ബോറിക് ആസിഡ്. എന്തായിരുന്നു ബോറിക് ആസിഡ്? H3BO3. H3BO3 or BOH thrice. Boric acid is not a protonic acid, but it is a Lewis acid. Why? It is not able to release H plus ions. Okay. It accepts OH minus ion water molecules. It is not able to release H plus ion. H plus ion റിലീസ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ കഴിയുന്നവരെയാണ് നമ്മൾ പ്രോട്ടോണിക് ആസിഡ് എന്ന് വിളിക്കുക. പകരം ഇവർ ചെയ്യണ എന്താ? ഇറ്റ് അക്സെപ്റ്റ് OH മൈനസ് അയോൺ ഫ്രം വാട്ടർ മോളിക്യൂൾ.
വാട്ടർ മോളിക്യൂളിൽ നിന്ന് OH മൈനസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയർസിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളെ ലൂയിസ് ആസിഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മളിങ്ങനെ ഡൈബോറൈൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ്. ഡൈബോറൈൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞേ, സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ പ്ലീസ്. മക്കളെ ഒന്ന് പറയും, ഡൈബോറൈൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്? 2 ബോറോൺ ആറ്റവും 4 terminal hydrogen atom. 4 രണ്ട് ടെർമിനൽ hydrogen ഹൈഡ്രജൻ ആറ്റവും എവിടെ ആയിരിക്കും? ഒരു പ്ലെയിൻ തന്നെ. ആ സെയിം പ്ലെയിനിലായിരിക്കും. 2 boron atom and 4 terminal hydrogen atoms lie on the same plane. Then one hydrogen atom is above the plane and another one is below the plane. അങ്ങനെയാണ് 4 BH bond ഉണ്ട്. ആ 4 BH bonds are known as Two center, two electron two bond. center 2 electron bond. 2 BHB bonds are known as 3 center, 2 electron bond. 3 center 2 electron bond. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഡൈബോറൈനെ അമോണിയയുമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോൾ നമുക്ക് B3N3H6 കിട്ടി. ആ B3N3H6നെയാണ് നമ്മൾ ബോറസീൻ അല്ലെങ്കിൽ ബോറസോൾ, ഇനോർഗാനിക് ബെൻസീൻ എന്നൊക്കെ വിളിക്കുക. എന്തുകൊണ്ടാണ് ഈ ബോറസീനെ ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്? അതിന്റെ സ്ട്രക്ചർ സ്ട്രക്ചറലി ദിസ് ബോറസീൻ ഈസ് സിമിലർ ടു ബെൻസീൻ. ബെൻസീന്റെ അതേ സ്ട്രക്ചറാണ് ബോറസീൻ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് വിളിക്കുക? ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് അത്രയാണ് നമുക്ക് ഗ്രൂപ്പ് 13 പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഗ്രൂപ്പ് 14 കൂടെയാണ് ആ ചാപ്റ്ററിൽ ഉള്ളത്. ജസ്റ്റ് നമുക്ക് അതൊന്ന് നോക്കാം. ഗ്രൂപ്പ് 14 എലമെന്റ്സ്. അടുത്ത ഹെഡിങ് എഴുതിക്കോ. പി ബ്ലോക്ക് എലമെന്റ് എന്നുള്ള ചാപ്റ്ററിലെ 2ാമത്തെ പാർട്ടാണ് ഗ്രൂപ്പ് 14 എലമെന്റ്സ്. ഗ്രൂപ്പ് 14 എലമെന്റ്സ് നോക്ക്. ഗ്രൂപ്പ് 14 എലമെന്റുകളാണ് കാർബൺ, സിലിക്കൺ, ജർമേനിയം, പിന്നെ ഏതാ? SN എന്ന് പറഞ്ഞ ഏതാ? ടിന്ന്. PB എന്ന് പറഞ്ഞാലോ? ലെഡ്. ഇതാണ് ഗ്രൂപ്പ് 14 എലമെന്റ്സ്. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. ഇതിൽ ഓരോരുത്തരും അറ്റോമിക് നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അവ സിലിക്കൺ എന്താ വരിക? 14. 6 + 8 14. Then ജർമേനിയത്തിനോ? 32. 14 + 18 32. ടിന്ന് 50. 50. 32 + 18 50. ലെഡ് 82. ലെഡ് 82. ഓക്കെ, 82. കാർബൺ 6, സിലിക്കൺ 14, ജർമേനിയം 32, ടിന്ന് 50, ലെഡ് 82. ജസ്റ്റ് നമുക്ക് കാർബണിന്റെ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. നോബൽ ഗ്യാസ് വെച്ചിട്ട് കോൺഫിഗറേഷൻ പറഞ്ഞേ. നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ കാർബണിന്റെ.
ഹീലിയം 2s2 2s2 2p2. 2p2. ഹീലിയം 2s2 2p2. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഇലക്ട്രോൺ പോണത് പി സബ്ഷെല്ലിലേക്കാണ്. അതുകൊണ്ട് പി ബ്ലോക്ക് എലമെന്റാ. ആ പിയിൽ തന്നെ 2 ഇലക്ട്രോൺ ഉള്ളത്. പിയിൽ 2 ഇലക്ട്രോൺ ആകുമ്പോൾ അത് ഏത് ഗ്രൂപ്പാണ്? പിയിലെ ഇലക്ട്രോണിന്റെ കൂടെ എണ്ണത്തോടു കൂടെ 12 ആഡ് ചെയ്യണം, 12 ആഡ് ചെയ്യണം. അപ്പൊ 2 ഇലക്ട്രോൺ ഉണ്ട്, അതിനോടുകൂടെ 12 കൂടെ ആഡ് ചെയ്താൽ ഏത് ഗ്രൂപ്പ് കിട്ടുക? 14th ഗ്രൂപ്പ്. 14th ഗ്രൂപ്പ്. അതാണ് 14th ഗ്രൂപ്പ് എലമെന്റിൽ അവർ വരുന്നത്. ഇനി അതേപോലെ സിലിക്കൺ, ജസ്റ്റ് ഒന്ന് കോൺഫിഗറേഷൻ നോക്കാം. സിലിക്കൺ എങ്ങനെ വരിക? നിയോണ് ആ ഹീലിയം കഴിഞ്ഞ അടുത്ത നോബിൾ ഗ്യാസ് ആണ് നിയോൺ. അറ്റോമിക് നമ്പർ 10. നിയോൺ കഴിഞ്ഞാല് ബാക്കി 3s2 3p2. 3s2 3p2. അതായത് 10 12 14. അപ്പൊ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. നിയോൺ 3s2 3p2. അതേപോലെ ജർമേനിയത്തിന് എങ്ങനെ എഴുതും? 4s2 അല്ല, ഏത് നോബിൾ ഗ്യാസ് ഏതന്നെ? ആർഗൺ ആർഗൺ. ആർഗൺ 4s2 4s2 3d10 3d10 4p2. 4p2. ആർഗൺ എന്ന് പറയുമ്പോൾ 18 18 2 20 20 10 30 30 2 32. അപ്പൊ ഈ ലെവൽക്കാണ് നമ്മൾ കോൺഫിഗറേഷൻ എഴുതാം. ബാക്കി 2 നിങ്ങളൊന്ന് പിന്നീട് എഴുതി നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് 14 എലമെന്റ്സ് എഴുതിയിട്ട് ഈ എലമെന്റുകൾ എങ്ങനെ എഴുതുക, അറ്റോമിക് നമ്പർ എഴുതുക, 1-2 കോൺഫിഗറേഷൻ എഴുതുക. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. കാരണം ഇതേ മെത്തേഡ് നമ്മൾ 13ാം ഗ്രൂപ്പിൽ പഠിച്ചതാണ്. അത് ജസ്റ്റ് ചെറിയൊരു മാറ്റേ വേണ്ടി വരുള്ളൂ. ചെയ്ത് ഓക്കെ, ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ആദ്യത്തെ 2 എലമെന്റ് കാർബണും സിലിക്കണും, അവർ രണ്ടാളും നോൺ മെറ്റലാണ്, അലോഹം. കാർബണും സിലിക്കണും നോൺ മെറ്റൽ. ജർമേനിയം എന്നുള്ളത് ഇറ്റ് ഈസ് എ മെറ്റലോയിഡ് അല്ലെങ്കിൽ സെമി മെറ്റൽ. ലോഹത്തിന്റെ സ്വഭാവം കാണിക്കും, ഇടക്ക് അലോഹത്തിന്റെ സ്വഭാവം കാണിക്കും. സെമി മെറ്റൽ ഓർ മെറ്റലോയിഡ്. പിന്നെ ടിന്നും ലഡും, ഇത് രണ്ടും ആരാണ്? മെറ്റൽസ് ആണ്. ടിൻ ആൻഡ് ലെഡ് ആർ മെറ്റൽസ്. കാർബണും സിലിക്കണും നോൺ മെറ്റൽ. ജർമേനിയം ഈസ് എ സെമി മെറ്റൽ. ടിൻ ആൻഡ് ലെഡ് ആർ മെറ്റൽസ്. ഓക്കെ, ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്,
പിന്നെ ഇപ്പൊ ഇവിടെ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോണാ ഇവർ വിട്ടുകൊടുക്കാൻ സാധ്യത ഉള്ളത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? കാർബണും സിലിക്കണും ഒക്കെ. എത്ര ഇലക്ട്രോൺ ഉണ്ടോ നോക്കിയിട്ട് പറയും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നോട്ട് സബ് ഷെൽ. 4. ആ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇപ്പൊ 3s2 3p2 4 ഇലക്ട്രോൺ, ഇത് 4 ഇലക്ട്രോൺ. അപ്പൊ ഇതൊക്കെ 4 ഇലക്ട്രോൺ. അത് 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അവർ ഓക്സിഡേഷൻ നമ്പർ +4 ആയിരിക്കും. പക്ഷെ താഴേക്ക് ഇങ്ങനെ വരുമ്പോ, ഉദാഹരണം ടിന്ന്, ലെഡ്, അവിടേക്ക് വരുമ്പോഴേക്ക് അവര് +2 ഓക്സിഡേഷൻ നമ്പർ ആണ് കാണിക്കുക. +4 കാണിക്കണില്ല, പകരം +2 ആണ് കാണിക്കുക. എന്തായിരിക്കും അതിന്റെ റീസൺ? മേലത്തെ ആൾക്കാരൊക്കെ +4 കാണിക്കും, താഴേക്ക് വരുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഒരു 2 കുറയും. എന്തുകൊണ്ട് സംഭവിക്കും? എന്തുകൊണ്ടാ? 13th ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റാണ്. ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നുള്ളൊരു വാക്ക് പഠിച്ചിട്ടുണ്ടാവും. ഇനേർട്ട് പെയർ എഫക്റ്റ് പഠിച്ചിട്ടുണ്ടോ? എന്താ ഇനേർട്ട് പെയർ എഫക്റ്റ്? അത് ഹെവിയർ പി ബ്ലോക്ക് എലമെന്റുകളിൽ, വലിയ വലിയ പി ബ്ലോക്ക് എലമെന്റ്, അതായത് ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഹെവിയർ പി ബ്ലോക്ക് എലമെന്റുകളിൽ ഔട്ടർമോസ്റ്റ് എസ് ഇലക്ട്രോണുകൾക്ക് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യക്കുറവുണ്ടാവും, ഒരു റിലക്റ്റൻസ് ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അതിനെയാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് വിളിക്കുക. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ബൈ 2 യൂണിറ്റ്. ഓക്സിഡേഷൻ നമ്പർ 2 കുറയുന്നു. ഇനേർട്ട് പെയർ എഫക്റ്റ് കൊണ്ടാണ് അപ്പൊ അങ്ങനെ സംഭവിക്കുക. ആ തൊട്ടു താഴെ ചെറിയൊരു പോയിന്റ് ആയിട്ട് എഴുത്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫോർട്ടീൻത്ത് ഗ്രൂപ്പ് എലമെന്റ് is +4. But tin and lead, Sn and Pb, tin and lead forms compound with +2 oxidation state because of inert pair effect. അത് ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് ടിന്നും ലെഡൊക്കെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സാമിന് ഇങ്ങനെ ചോദ്യം ഇടക്ക് ചോദിക്കലുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എഴുത്. PbI4 does not exist. Why? PbI4 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാവാറില്ല, എന്തുകൊണ്ട്? PbI4
ഡസ് നോട്ട് എക്സിസ്റ്റ്. വൈ? എന്തുകൊണ്ടാ PbI4 എന്നുള്ള കോമ്പൗണ്ട് ഇല്ലാത്തത്? ആ PB ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ഉണ്ടാവുള്ളൂ? +2. +2 അല്ലെ? ഇനേർട്ട് പെയർ എഫക്റ്റ് കൊണ്ട് +2 ഉണ്ടാവുള്ളൂ. അപ്പൊ രണ്ടായിഡിനേറ്റ് PbI2 ഉണ്ടാവാം, അല്ലാതെ PbI4 ഉണ്ടാവില്ല. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണോ അത്ര എലമെന്റിനേറ്റ് കമ്പൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ടായത് കൊണ്ട് ടിന്നും ലെഡിനും ഒക്കെ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ 2 അയഡിന് കമ്പൈൻ ചെയ്യാം, 4 അയഡിന് കമ്പൈൻ ചെയ്യാൻ കഴിയൂല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഉത്തരം എഴുത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് PB ഈസ് +2. Due to inert pair effect. Due to inert pair effect. So PbI4 does not exist. So PbI4 does not exist. ഒന്നുകൂടി പറയോ? Oxidation state of PB is +2 due to, എന്തുകൊണ്ട് +2 ആയി? Due to inert pair effect. Inert pair effect കൊണ്ട് PBയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. So PbI4 does not exist. അതുകൊണ്ട് PbI4 ഉണ്ടാവില്ല, മാക്സിമം PbI2 വരെ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഓക്കെ അല്ല? അടുത്ത ഏരിയയിലേക്ക് പോട്ടെ. നോക്കുക, അടുത്തൊരു ചോദ്യം സാധാരണ ചോദിക്കുന്ന ഒന്നാണ്. ഒരു ക്വസ്റ്റൻ ആയിട്ട് എഴുതിക്കോ. CCl4 cannot be hydrolyzed. Why? CCl4 കാർബൺ ടെട്രാക്ലോറൈഡ് ഹൈഡ്രോളിസിസ് നടക്കുന്നില്ല. എന്തുകൊണ്ട്? CCl4 cannot be hydrolyzed. Why? എന്തുകൊണ്ടാണ് CCl4ന് ഹൈഡ്രോളിസിസ് നടക്കാത്തത്? എന്താ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാല്? ഇല്ല, ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചോ, ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാല് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രോളിസിസ്. H2O ആഡ് ചെയ്യാം, വെള്ളവുമായിട്ട് കൂടിച്ചേരാം, അതിനെയാണ് നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കുക. ഇങ്ങനെ H2O ഏതൊരു കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്യണമെങ്കിലും അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ H2Oയിലെ ഓക്സിജനിൽ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്? കേട്ടിട്ടുണ്ടോ ലോൺ പെയർ? ഇല്ല. ഓക്കെ, എന്നാ അതും കൂടെ പറഞ്ഞുതരാം. നോക്ക്, H2O എന്ന് എഴുതുമ്പോഴേ അതിലെ സെൻട്രൽ ആറ്റം ഏതാ? സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നുള്ളത്, അതേതാ? ഓക്സിജൻ. ഈ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്ര? 16 അല്ലേ? അറ്റോമിക് നമ്പർ അത് മാസ് നമ്പർ അല്ലേ? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. ഇതിന്റെ കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞേ. സെൽ കോൺഫിഗറേഷൻ ആയാലും കുഴപ്പമില്ല, പറയും. 2 6. ഇപ്പൊ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോൺ ഉണ്ട്?
6 electron. 6 ഇലക്ട്രോൺ. ഓക്കെ, ഈ 6 ഇലക്ട്രോണിൽ ഇനി ഞാൻ ചെയ്ത് നോക്ക്. ഓക്സിജൻ ഞാൻ വരച്ചു. ഔട്ടർ മോസ്റ്റ് 6 ഇലക്ട്രോൺ ഉണ്ട്. ജസ്റ്റ് ഞാൻ അങ്ങനെ കാണിക്കാം. 1 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 3, 4, 5, 6 ഇലക്ട്രോൺ അങ്ങനെ കാണിച്ചു. ഇനി ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് ഇയാളായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ. അപ്പൊ ഈ ഇലക്ട്രോണുമായിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കി. ഈ ഒരു ഇലക്ട്രോണുമായി ചേർന്ന് അടുത്ത ഹൈഡ്രജനും ബോണ്ട് ഉണ്ടാക്കി. ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺ അധികം ഉണ്ട്? 4 എണ്ണം. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ 4 ഇലക്ട്രോൺ നിൽക്കുന്നുണ്ട്. 4 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്ര പേരാ? 2 പേര്. ആ 2 പെയർ ഓഫ് ഇലക്ട്രോൺ. ഇതിനെയാണ് നമ്മൾ 2 ലോൺ പെയർ എന്നാണ് വിളിക്കുക. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺ പെയേഴ്സിനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയും. ലോൺ പെയർ. ഔട്ടർ മോസ്റ്റ് ഷെല്ലില് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്തവരെ വിളിക്കുന്ന പേര് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്നാണ് വിളിക്കുക. അങ്ങനെ വരുമ്പോൾ ഓക്സിജനിൽ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്? വാട്ടർ എടുക്കുമ്പോൾ 2 പേര്. ആ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇനി നമ്മള് ഏതൊരു കോമ്പൗണ്ടിലേക്ക് H2O ആഡ് ചെയ്യുകയാണെങ്കിലും അവിടെ ഹൈഡ്രോളിസിസ് നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഇതാണ്. ആ കോമ്പൗണ്ടിന് ഈ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ആ കോമ്പൗണ്ടിന് അല്ലെങ്കിൽ അതിലെ സെൻട്രൽ ആറ്റത്തിന് എന്ത് വേണം? വാട്ടറിലെ ഓക്സിജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹൈഡ്രോളിസിസ് നടക്കുകയുള്ളൂ. അങ്ങനെ സ്പേസ് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ എലമെന്റുകൾക്ക് ഡി ഓർബിറ്റൽ അവൈലബിൾ ആയിരിക്കണം. ഇലക്ട്രോൺ ഇല്ലെങ്കിൽ കൂടെ ഡി ഓർബിറ്റലുള്ള ആളായിരിക്കണം. അപ്പൊ ഇവിടെ നോക്ക്, ഇപ്പൊ CCl4ലേക്ക് വെള്ളം ചേർക്കാം. CCl4ലെ സെൻട്രൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ കാർബൺ അല്ലേ? ഈ കാർബണിൽ ഡി ഓർബിറ്റൽ അവൈലബിൾ ആണോ? അല്ലേ? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. കോൺഫിഗറേഷൻ 1s2 2s2 2p2. 2p കഴിഞ്ഞാൽ 2d എന്നുള്ള ഓർബിറ്റൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ കാർബണിൽ ഏത് ഓർബിറ്റൽ അവൈലബിൾ അല്ല? ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ല. ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വാട്ടറിലെ ഓക്സിജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസും ഏതിലുണ്ടാവില്ല? കാർബണിൽ ഉണ്ടാവില്ല. സ്പേസ് കാർബണിൽ ഇല്ല. അതുകൊണ്ട് CCl4 എന്നുള്ള കോമ്പൗണ്ട് ഹൈഡ്രോളിസിസ് നടക്കണില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും CCl4 cannot be hydrolyzed. Why? എന്തുകൊണ്ടാണ് CCl4 ഹൈഡ്രോളിസിസ് നടക്കാത്തത്? ഓക്കെ, അപ്പൊ ഉത്തരം എഴുതിക്കോ. In CCl4 there is no d orbital. D subshell. There is no d orbital. സാർ ഇവിടെ ഈ ഓർബിറ്റൽ പറയണു സബ്ഷെൽ പറയണു ഒന്നാണ്? രണ്ടും ഒന്ന് തന്നെ. പക്ഷെ അത് തമ്മിൽ വ്യത്യാസമില്ലേ? ഓർബിറ്റൽ അല്ലല്ലോ സബ്ഷെല്ല്. അല്ല, അതെങ്ങനെ വെച്ചാല് അതിന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്നിട്ടൊരു സാധനം വരാണ്ട് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഓറിയന്റേഷൻ പഠിക്കുന്ന ഒരു ഭാഗം. അത് പറയുമ്പോൾ മാത്രമാണ് അത് രണ്ടും തമ്മിലുള്ള ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ഉള്ളൂ. അത് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ പി ഓർബിറ്റൽ, പി സബ്ഷെൽ രണ്ടും പറയും. പക്ഷെ പിയിൽ യഥാർത്ഥത്തിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാല് പിയിൽ 3 ഓർബിറ്റൽ ഉണ്ടാവും. പക്ഷെ സബ്ഷെൽ എത്രയെന്ന് ചോദിച്ചാൽ പി സബ്ഷെൽ എന്നിട്ട് ഒറ്റ ഒന്ന് തന്നെ ഉള്ളൂ. അതാ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ആണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ആ ഒരു ഏരിയ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ക്ലിയർ ആവുള്ളൂ. അപ്പൊ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യാം? ആ അതെ അതെ, നമ്മളിപ്പോ ഉപയോഗിക്കുന്നതൊക്കെ ഓർബിറ്റലും സബ്ഷെല്ലും ഒരേ മീനിങ്ങിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതിയ ഇപ്പൊ എന്താ എഴുതി? There is no d orbital.
there is no d orbital in carbon atom. So CCl4 cannot accommodate ACCO MMO DAT accommodate ഉൾക്കൊള്ളി. CCl4 cannot accommodate the lone pair of electron of oxygen in H2O. Lone pair of electron of oxygen in H2O. അത് H2Oയിലെ ഓക്സിജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ആര് അക്കോമഡേറ്റ് ചെയ്യൂല? CCl4 അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അതിന്റെ കാർബണിൽ ഏത് ഓർബിറ്റൽ ഇല്ല? d orbital. ഓർബിറ്റൽ ഇല്ല. സോ ഇറ്റ് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ്. അതുകൊണ്ടാണ് ഹൈഡ്രോളിസിസ് നടക്കാത്തത്. സാർ ഈ കാർബൺ ബോയിലിംഗ് പോയിന്റ് ഇല്ല. കാർബൺ എന്നുള്ളത് ഒരു പിന്നെ പൗഡർ ആണല്ലോ, സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അതിന് ബോയിലിംഗ് പോയിന്റ് ഇല്ല. അതിന് വളരെ ചെറിയ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുള്ളൂ. കൃത്യമായിട്ട് എത്രയെന്നുള്ളത് നോക്കേണ്ടി വരും. എല്ലാത്തിനും ഉണ്ടാവും. ചെറുതെങ്കിൽ ചെറിയ ബോയിലിംഗ് പോയിന്റ് എല്ലാവർക്കും ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ കാർബണിന്റെ മാത്രം ചില പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണ്? ഞങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. കാർബണിന്റെ അനോമലസ് ബിഹേവിയർ എന്തൊക്കെയാ? എന്തൊക്കെയാണ് കാർബണിന്റെ മാത്രം ചില പ്രത്യേകതകൾ? ഒരു ഗ്രൂപ്പിലെ, ഈ 14ാം ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് കാർബൺ അല്ലേ? അപ്പൊ അയാൾക്ക് ഉണ്ടാകുന്ന ചില അനോമലസ് ബിഹേവിയർ എന്തൊക്കെയാ? മക്കളെ, ഇതൊക്കെ ബോറോന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് എലമെന്റ് സ്മോൾ സൈസ്, പിന്നെ ഹൈ അയണൈസേഷൻ എനർജി, absence of d orbital, high electronegativity. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ അനോമലസ് ബിഹേവിയർ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ അതോടുകൂടെ തന്നെ കാർബണും തമ്മിൽ ഏതൊക്കെ ബോണ്ട് ഉണ്ടാവാം? കോവാലന്റ് ബോണ്ട് അല്ലേ? കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ കൂടെ അത് സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ? ഏതാണ്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഇപ്പൊ സിംഗിൾ ബോണ്ടും കൂടെ അല്ലേ? കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ടാവൂലേ? അപ്പൊ കാർബൺ മറ്റു കാർബണുമായിട്ട് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എല്ലാ എലമെന്റുകൾക്കും അത് പറ്റൂല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാർബണുകൾക്ക് ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് വലിയ ചെയിനായിട്ട് മാറാം. ആ പ്രോപ്പർട്ടിയുടെ പേരെന്താ? കാറ്റിനേഷൻ. കാറ്റിനേഷൻ.
കാറ്റിനേഷൻ എന്നുള്ള പ്രോപ്പർട്ടിയും നന്നായിട്ട് കാണിക്കുന്ന, ഏറ്റവും കൂടുതൽ കാറ്റിനേഷൻ കപ്പാസിറ്റി കാണിക്കുന്ന ഒരു എലമെന്റ് കൂടെയാണ് ആര്? കാർബൺ. അപ്പൊ അത്തരത്തില് കാർബണിന് അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കൊക്കെ അതിന് സെൻട്രൽ എലമെന്റ് ആയിട്ട് നമ്മൾ കാർബണാണ് പറയപ്പെടുക. കാരണം ഈ കാറ്റിനേഷൻ, പിന്നെ അതിന്റെ വാലൻസി 4 ആണ്, ടെട്രാ വാലൻസി ഓഫ് കാർബൺ, ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് മില്യൺസ് ഓഫ് കോമ്പൗണ്ട്, ലക്ഷക്കണക്കിന് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ കാർബണിന് കഴിയും. അത് കാർബണിന്റെ ഏറ്റവും വലിയ ഒരു പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ അടുത്ത ചെറിയൊരു ഹെഡിങ് എഴുതാം, അനോമലസ് ബിഹേവിയർ ഓഫ് കാർബൺ. അനോമലസ് ബിഹേവിയർ ഓഫ് കാർബൺ, കാർബണിന്റെ മാത്രം ചില പ്രത്യേകതകൾ. അനോമലസ് ബിഹേവിയർ ഓഫ് കാർബൺ, കാർബണിന്റെ മാത്രം ചില പ്രത്യേകതകൾ. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുത്, സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, high ionization enthalpy, small size, high electronegativity, high ionization enthalpy, and absence of d orbital, and absence of d orbitals. A carbon atom differs, വ്യത്യാസം വരുന്നു, differs from the rest of the rest, from the rest of the members of its group, from the rest of the members of its group. Absence of d orbital കഴിഞ്ഞിട്ട് a carbon atom differs from the rest of the members of its group. From the rest of the members of its group. ഓക്കെ, അത് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടായത് കൊണ്ട് ബാക്കിയുള്ള എലമെന്റിൽ നിന്നും കാർബണിന് ചില വ്യത്യാസങ്ങൾ ഉണ്ട്, അതാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അടുത്ത പോയിന്റ്, the maximum covalence of carbon is 4. കാർബണിന്റെ മാക്സിമം കോവാലൻസി 4 ആണ്. Maximum covalence of carbon is 4 because it contain ഓക്കെ, എന്തുകൊണ്ടായിരിക്കും കാർബണിന്റെ മാക്സിമം കോവാലൻസി 4 ആയിട്ടുള്ളത്? അത് കാർബണിന്റെ കൂടെ മാക്സിമം 4 ആക്കിയേ നിൽക്കാൻ പറ്റുള്ളൂ, CCl4 പോലെ. എന്തുകൊണ്ട് CCl6 ഉണ്ടാവണില്ല? അപ്പൊ മാക്സിമം കോവാലൻസി 4 ആണ്. എന്തുകൊണ്ടാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉള്ളൂ. അല്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ മാത്രമല്ല, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട് നോക്കിയിട്ടാണ് കോവാലൻസി തീരുമാനിക്കുക. വാലൻസി തീരുമാനിക്കുക ഈ പറഞ്ഞ പോലെ
ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിയിട്ടാണ്. കോവാലൻസി തീരുമാനിക്കുക ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര സബ് ഷെൽ അല്ലെങ്കിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്. ഇപ്പൊ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എത്ര ഓർബിറ്റൽ ഉണ്ടാവുക? എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 2. അല്ല, കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2s ഉണ്ടാവും 2p ഉണ്ടാവും അല്ലെ? അപ്പൊ 2s എന്നുള്ളത് s ഓർബിറ്റൽ 1 ആണ്. p ഓർബിറ്റൽ എത്ര ഉണ്ടാവും? p ഓർബിറ്റൽ ഇവിടെ മറ്റേ ഓർബിറ്റലാണ് പറയണേ. അതെ അതെ 3 1 4. 4. അപ്പൊ ടോട്ടൽ 4 ഉണ്ടാവും കേട്ടോ. മക്കൾ ഒരു മിനിറ്റ്, ഒരു അർജന്റ് കോൾ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ നോക്ക് 2s-ഉം 2p-യും ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണിനെ കൊള്ളാം. അതാണ് അതിന്റെ നിയമം. അതുകൊണ്ടാണ് എസിൽ 2 ഇലക്ട്രോൺ കൊള്ളും. പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ കൊള്ളുക? 3. അല്ലല്ല, പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ. അപ്പൊ 6 ഇലക്ട്രോണിനെ കൊള്ളണമെങ്കിൽ അവിടെ എത്ര ഓർബിറ്റൽ വേണം? ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 കൊള്ളുള്ളൂ. 3. അപ്പൊ പിന്നെ 3 ഓർബിറ്റൽ വേണം. അപ്പൊ പി ഓർബിറ്റൽ, പി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റൽ ആണ്, എസ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 1 ഓർബിറ്റൽ ആണ്. അപ്പൊ കാർബണിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് 4 ഓർബിറ്റൽ അവൈലബിൾ ആണ്. അപ്പൊ 4 ഓർബിറ്റൽ അവൈലബിൾ ആയതുകൊണ്ട് അതിന്റെ മാക്സിമം കോവാലൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. മാക്സിമം കോവാലൻസ് ഓഫ് കാർബൺ ഈസ് 4. ഓക്കെ ആണോ? അപ്പൊ ഇനി നമുക്ക് ആ പോയിന്റുകൾ എഴുതിയ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? മാക്സിമം കോവാലൻസ് ഓഫ് കാർബൺ ഈസ് 4 ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഓൺലി എസ് ആൻഡ് പി ഓർബിറ്റൽസ്. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതാം. കാർബണിന്റെ അനോമലസ് പ്രോപ്പർട്ടിക്കുള്ള അടുത്തൊരു കാരണം, കാർബൺ ക്യാൻ ഫോം സിംഗിൾ ബോണ്ടഡ് ഒരു ബോണ്ടുള്ള or multiple bonded, single bond or multiple bonded, single bonded or multiple bonded compounds single bonded or multiple bonded compounds with other carbon atoms and small elements like
oxygen, oxygen, sulfur, oxygen, sulfur, nitrogen, etc. ഓക്സിജൻ, സൾഫർ, നൈട്രജൻ എക്സെട്ര. അതായത് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ഉണ്ടാവാം, കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആകാം, കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് വരാം. അതേപോലെ കാർബൺ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാക്കും, നൈട്രജനുമായിട്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കും. ഇങ്ങനെ പല എലമെന്റുകളുമായിട്ടും പല ടൈപ്പ് ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് കാർബൺ ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനും കാർബണിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ കാർബൺ ക്യാൻ ഫോം സിംഗിൾ ബോണ്ട് ഓർ മൾട്ടിപ്പിൾ ബോണ്ട് വിത്ത് അതർ കാർബൺ ആറ്റംസ് ആൻഡ് സ്മോൾ എലമെന്റ്സ് ലൈക്ക് ഓക്സിജൻ, സൾഫർ, നൈട്രജൻ എക്സെട്ര. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതല്ലേ. കാർബണിന്റെ വാലൻസി എത്രയാണ്? മക്കളെ വാലൻസി ഓഫ് കാർബൺ എത്രയാ? 4. അപ്പൊ അടുത്ത പോയിന്റ് എഴുത്. ടെട്രാവാലൻസി ഓഫ് കാർബൺ. ടെട്രാവാലൻസി. ടെട്രാവാലൻസി, ടെട്രാ, TETRA, 4 എന്നുള്ള മീനിങ് ആണ്. ടെട്രാവാലൻസി ഓഫ് കാർബൺ, അതതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ക്യാറ്റിനേഷൻ. ക്യാറ്റിനേഷൻ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ക്യാറ്റിനേഷൻ. ക്യാറ്റിനേഷൻ. ഓക്കെ, ക്യാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ക്യാറ്റിനേഷൻ? ആർക്കെങ്കിലും അറിയോ? എലമെന്റിന് വേറെ എലമെന്റ് ആയിട്ട് ചെയിൻസ് ഫോം ചെയ്യണ. യെസ്, ഒരു എലമെന്റുകൾക്ക് ഇങ്ങനെ സ്വയം കൂടിച്ചേർന്ന് നിൽക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ക്യാറ്റിനേഷൻ എന്ന് പറയാം. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ദ എബിലിറ്റി, അങ്ങനെ വേണ്ട, അങ്ങനെ എഴുതിക്കോ. ദ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി. ദ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി self-linking capacity of an element, the self-linking capacity of an element to form chains and ring, to form chains and rings. Self-linking capacity of an element to form chains and rings is called catenation. Is called catenation. ചെയിൻ ആയിട്ടും റിംഗ് ആയിട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു എബിലിറ്റിയുടെ പേരാണ് കാറ്റിനേഷൻ എന്നാണ് വിളിക്കുക. കാറ്റിനേഷൻ. ഓക്കെ, ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ,
സോ ഇനി നമ്മളെ കാർബണിന്റെ അല്ലോട്രോപ്പുകൾ ഡിസ്കസ് ചെയ്യാണ്ട്, അത് കഴിഞ്ഞാൽ കാർബണിന്റെ 2 കോമ്പൗണ്ടുകൾ ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പൊ ആദ്യം ഞാൻ ആ കോമ്പൗണ്ടിലേക്ക് വരികയാണ്. എന്നിട്ട് പിന്നെ അലോട്രോപ്സും സിലിക്കണ്ട 2-3 ചെറിയ പോയിന്റ്, അതോടെയാണ് ചാപ്റ്റർ അവസാനിക്കുക. എന്തായാലും അടുത്ത ക്ലാസ്സിലെ കുറച്ച് സമയം കൂടി എടുത്തു കഴിഞ്ഞാലാണ് ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നുണ്ടാവുള്ളൂ. സോ നമ്മൾ ആദ്യം എടുക്കുന്നത് ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ. കാർബണിന്റെ 2 കോമ്പൗണ്ടുകൾ, അതിൽ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും. അതെടുത്തു കഴിഞ്ഞാൽ തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഒന്നാമത് ഞാൻ 4-5 ദിവസമായിട്ട് ഫുള്ള് റെസ്റ്റിലാണ്, ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഫിസിക്കലി അത്ര കണ്ട് ഫിറ്റാണ് തോന്നുന്നില്ല. അതുകൊണ്ട് 10 മണി വരെ എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും തോന്നുന്നില്ല. ഈ ചെറിയ 2 ടോപ്പിക്കും കൂടി എടുത്തിട്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പോൾ ആ ഭാഗമൊക്കെ നിങ്ങളൊന്ന് വായിച്ച് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിലും കൂടെ ആയിട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് എഴുതാം, ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ. ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ. കാർബണിന്റെ 2 കോമ്പൗണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ കാർബൺ മോണോക്സൈഡ്. ഹെഡിങ് എഴുതിക്കോ, കാർബൺ മോണോക്സൈഡ്, CO. അതാണ് കാർബൺ മോണോക്സൈഡ്, CO. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് പഠിക്കാം. കാർബൺ മോണോക്സൈഡ് പ്രിപ്പറേഷൻ മെത്തേഡ്. പ്രിപ്പറേഷൻ ഫസ്റ്റ് മെത്തേഡ് നോക്ക്, 2C+O2 gives 2C+O2 ഹീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2CO. 2CO കാർബൺ മോണോക്സൈഡ് കിട്ടും. 2C+O2 gives 2CO കാർബൺ മോണോക്സൈഡ് കിട്ടി. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ്, ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തുള്ള ക്വസ്റ്റ്യനിലാണ് വരിക. ഇവിടെ 2C+ gives 2CO, അത് ഫില്ല് ചെയ്യേണ്ടി വരും. 2C+O2 gives 2CO. പിന്നെ വേറൊന്നുള്ളത്, ഈ ഒരു കോമ്പൗണ്ട് ഉണ്ട് HCOOH. ഇതിന്റെ പേരെന്താ? HCOOH. അറിയോ? ഏതാണ്? മെത്തനോയിക് ആസിഡ്. ആ മെത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ ഫോമിക് ആസിഡ് എന്ന് പറയും. മെത്തനോയിക് ആസിഡ് ഓർ ഫോമിക് ആസിഡ്. ഇതിലേക്ക് നമ്മള് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകത, അത് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. അതായത് വാട്ടർ മോളിക്യൂളിനെ വലിച്ചെടുക്കുന്ന ഏജന്റ് ആണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇതിൽ നിന്നൊരു വാട്ടർ മോളിക്യൂളിനെ വരെ അങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പൊ ഇതിനൊരു H2O പോയാൽ ബാക്കി ആരുണ്ടാവുക? H2O പോവാം, H ഉം OH കൂടെ. H2O പോയാൽ പിന്നെ ആര് ബാക്കി ഉണ്ടാവും? CO. അപ്പൊ ഇവിടെ H2O പോയപ്പോ ബാക്കിയുള്ളത് ആരാണ്? കാർബൺ മോണോക്സൈഡ്. അപ്പൊ അങ്ങനെ നമുക്ക് കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാം. പിന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാനുള്ള വേറൊരു മെത്തേഡ് C+H2O എന്നുള്ളതാണ്. അത് ഇവിടുത്തെ H2O ഗ്യാസിയസ് സ്റ്റേറ്റിലാണ് എടുക്കുക. സ്റ്റീം എന്നാണ് അതിനെ പറയാ, അല്ലെ? ഗ്യാസിയസ് സ്റ്റേറ്റിലുള്ള വാട്ടറിന്റെ പേര് നീരാവി എന്നല്ലേ? സ്റ്റീം. ആ സ്റ്റീമും കാർബണും കൂടെ മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും? എന്താ കിട്ടുക? നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? CO+H2. അങ്ങനെ നമുക്ക് കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാം. ഈ CO+H2 എന്നുള്ള ഈ ഇതൊരു മിക്സ്ചർ ആണ്. കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും കൂടെ ഉള്ള ഒരു മിക്സ്ചർ. ഈ മിക്സ്ചറിനെ പറഞ്ഞ പേര് വാട്ടർ ഗ്യാസ് എന്നാണ് വിളിക്കുക.
CO പ്ലസ് H2ന്റെ പേരെന്താണ്? വാട്ടർ ഗ്യാസ്. CO പ്ലസ് H2ന്റെ പേര് വാട്ടർ ഗ്യാസ് എന്നാണ് വിളിക്കുക. പിന്നെ ഒരു മെത്തേഡിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാം. ഇതെടുക്കാം, ഈ 2C പ്ലസ് O2 എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 4 നൈട്രജൻ ആഡ് ചെയ്യാം, 4N2. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? അപ്പോഴും ഇവര് തമ്മിൽ കൂടിച്ചേർന്നാൽ കിട്ടുന്ന CO തന്നെയാണ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് അപ്പൊ ലാസ്റ്റ് ഏതായിരിക്കും? 2CO 2CO പ്ലസ് 4N2. ഓക്കെ, 2CO പ്ലസ് 4N2. അപ്പൊ അവിടെ നമുക്ക് കാർബൺ മോണോക്സൈഡിനെ നമുക്ക് കിട്ടി. ഇവിടുത്തെ അതേപോലെ തന്നെയാണ്. ഈ കാർബൺ മോണോക്സൈഡും നൈട്രജനും കൂടെ കൂടിയ മിക്സ്ചറാണ് ഇവിടെ ഉള്ളത്. ഇവിടെ COH2 വരുന്നു, അതിന്റെ പേര് വാട്ടർ ഗ്യാസ് എന്നാണ്. ഇവിടെ CO പ്ലസ് N2 ആണ്, അതിന്റെ ഇവിടെ പേര് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് വിളിക്കുക. പ്രൊഡ്യൂസർ ഗ്യാസ് എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണ്? എന്താണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? മിക്സ്ചർ ഓഫ് എന്തിന്റെയൊക്കെ മിക്സ്ചറാ? CON2. CO and N2. കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും കൂടെ മിക്സ്ചറിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ 4 മെത്തേഡിലൂടെയാണ് പ്രധാനമായിട്ടും കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുക. ഏതൊക്കെയാ മെത്തേഡ്? ഒന്ന് 2C പ്ലസ് O2, അതിനെ ഹീറ്റ് ചെയ്യുക, അപ്പൊ 2CO. മറ്റൊന്ന് HCOOH, ഫോമിക് ആസിഡ്, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം, അപ്പൊ ഇത് H2O പോവും, കാരണം ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. H2O പോയാ പിന്നെ ഇവിടെ ബാക്കി ആരുണ്ടാവുക? CO. അതേപോലെ കാർബണിലേക്ക് സ്റ്റീം പാസ് ചെയ്യാം, നീരാവി, C പ്ലസ് H2O, അപ്പൊ CO പ്ലസ് H2. CO പ്ലസ് H2നെ പറഞ്ഞ പേര് വാട്ടർ ഗ്യാസ്. പിന്നെ 2C പ്ലസ് O2 പ്ലസ് 4N2, അപ്പൊ 2CO പ്ലസ് 4N2. CO പ്ലസ് N2 എന്നുള്ളതിന്റെ പേര് പ്രൊഡ്യൂസർ ഗ്യാസ്. ഓക്കെ, അപ്പൊ ഈ 4 മെത്തേഡാണ് കാർബൺ മോണോക്സൈഡിന്റെ പ്രിപ്പറേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ജസ്റ്റ് 4 നോട്ട് ചെയ്യും. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, എന്തുകൊണ്ട് അങ്ങനെ വന്നു, അങ്ങനെ ഡൗട്ടുകളൊക്കെ ഉണ്ടാവാം, ഉണ്ടെങ്കിൽ ചോദിച്ചോ. എഴുതി സർ. ഓക്കെ, നാല് പ്രിപ്പറേഷൻ മെത്തേഡ് ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് കാർബൺ മോണോക്സൈഡില് ഒരൊറ്റ ഭാഗമാണ് ചോദിക്കുക. കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് കാർബൺ മോണോക്സൈഡ് പോയിസണസ് ആയി? ഹീമോഗ്ലോബിനെ കുറയ്ക്കും. കാർബൺ മോണോക്സൈഡ് ഇപ്പൊ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ഹിമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യും. ഈ ഹിമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെ കാർബോക്സി ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന കുറച്ച് കട്ടിയുള്ള ഒരു വസ്തു ഉണ്ടാവുകയാണ്. കുറച്ച് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കട്ടിയുള്ള ഒരു വസ്തു ഉണ്ടായത് കൊണ്ട് തന്നെ ബ്ലഡിലൂടെ ഓക്സിജൻ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റൂല, പാസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ബ്ലഡിലൂടെ ഓക്സിജൻ കൃത്യമായിട്ട് പാസ് ചെയ്യാത്തത് കൊണ്ട് ക്ഷീണം, തലകറക്കം, ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ഗ്യാസ് ആണെന്ന് പറയപ്പെടുന്നത്.
മനസ്സിലാവണ്ട? എന്തുകൊണ്ട് കാർബൺ മോണോക്സൈഡ് പോയിസണസ് ഗ്യാസ് ആയി? മക്കളെ ഒന്ന് പറഞ്ഞ് ശ്രമിച്ചു നോക്കി. കാർബൺ മോണോക്സൈഡ് കമ്പൈൻ വിത്ത് ആരേറ്റ് ഹിമോഗ്ലോബിൻ ടു ഫോം കാർബോക്സി ഹിമോഗ്ലോബിൻ. ഇറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ സബ്സ്റ്റൻസ്. അത് കുറച്ച് കട്ടിയുള്ള സബ്സ്റ്റൻസ് ആണ്. സോ ഇറ്റ് പ്രിവെന്റ്, അത് തടയുന്നു, ദ പാസേജ് ഓഫ് ഓക്സിജൻ ത്രൂ ബ്ലഡ്, ബ്ലഡിലൂടെയുള്ള ഓക്സിജന്റെ പാസേജ് തടയുന്നു. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇറ്റ് മേ റിസൾട്ട് ഇൻ ടു ഡെത്ത്. അവസാനം എന്ത് ചെയ്യാം? ഇത് മരണത്തിനുള്ള കാരണമായിട്ട് വരെ മാറാം. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ഗ്യാസ് ആണെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ എഴുത്. കാർബൺ മോണോക്സൈഡ് ഈസ് a poisonous gas. Why? എന്തുകൊണ്ട്? കാർബൺ മോണോക്സൈഡ് ഈസ് എ പോയിസണസ് ഗ്യാസ്. വൈ? ആൻസർ എഴുതിക്കോ. കാർബൺ മോണോക്സൈഡ് കമ്പൈൻ വിത്ത്, കൂടിച്ചേരുന്നു, കമ്പൈൻ വിത്ത് ഹിമോഗ്ലോബിൻ, കമ്പൈൻ വിത്ത് ഹിമോഗ്ലോബിൻ. ഹിമോഗ്ലോബിന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കണം കേട്ടോ. ഹിമോഗ്ലോബിനായിട്ട് കൂടിച്ചേരുന്നു. ടു ഫോം എന്നിട്ട് എന്താ ഉണ്ടാവുക? കാർബോക്സി ഹിമോഗ്ലോബിൻ. ടു ഫോം കാർബോക്സി ഹിമോഗ്ലോബിൻ. Full stop. It is highly stable substance. It is highly stable substance. ഇത് കുറച്ച് കട്ടി കൂടിയ വസ്തുവാണ്. It is highly stable substance. So it prevent, ഇത് തടയുന്നു. So it prevent the passage of oxygen through blood. The passage of oxygen through blood. ബ്ലഡിലൂടെയുള്ള ഓക്സിജന്റെ പാസേജിനെ തടയുന്നു. It causes, ഇത് കാരണമായി തീരുന്നു. It causes headache, തലവേദന, fatigue, ക്ഷീണം, and even death, മരിക്കാൻ വരെ, റയറായിട്ട് സംഭവിക്കലുള്ളെങ്കിൽ കൂടെ മരിക്കാൻ വരെ എന്ത് ചെയ്യും? ഇത് കാരണമായിട്ട് തീരുന്നു. ഇത്രയാണ് കാർബൺ മോണോക്സൈഡ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കാർബൺ ഡയോക്സൈഡും കൂടെ നോക്കാം. കുറച്ച് പഠിക്കാനുള്ളൂ. കാർബൺ ഡയോക്സൈഡ്. നമ്മൾ അടുത്ത കോമ്പൗണ്ട് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് CO2. ഓക്കെ, രണ്ട് പ്രിപ്പറേഷൻ മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് C+O2 gives, എന്താ കിട്ടുക? CO2. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ we get കാർബൺ ഡയോക്സൈഡ്, CO2.
പിന്നെ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ഉള്ളത്, നമ്മളൊരു മീഥൈൻ എടുത്തു, CH4, ഒരു മീഥൈൻ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ കാർബൺ. ഇതിനെ നമ്മൾ കമ്പഷൻ നടത്താം, ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കാം. ഏത് ഹൈഡ്രോ കാർബണിനെ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തിയാലും കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റുകൾ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പൊ ഇവിടെ 2O2 എന്ന് വരും, 2H2O എന്ന് വരും. അതാണ് അതിന്റെ ബാലൻസ്ഡ് ഫോം. അപ്പോ മീഥൈൻ കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഏത് ഹൈഡ്രോ കാർബൺ കമ്പഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കുക, അപ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റുകൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് മെത്തേഡിലൂടെ എന്ത് ചെയ്യാം? കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഈ രണ്ട് മെത്തേഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. ഓക്കെ, ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ യൂസസ്, ഒരു 3 ഉപയോഗം, അതോടെ ആ ഏരിയ കഴിയും. യൂസസ്, അതിൽ ആ 3 പോയിന്റ് നമുക്ക് എഴുതാം. എഴുതിയതിന് ശേഷം ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, സോളിഡ് CO2, സോളിഡ് സ്റ്റേറ്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കോൾഡ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിന് പറയുന്ന പേരെന്താ? ഡ്രൈ ഐസ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കോൾഡ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ്, DRYICE, ഡ്രൈ ഐസ്. Full stop. It is used as refrigerant for ice cream and frozen food. It is used as refrigerant for ice cream and frozen food. അത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് വിളിക്കുക. ഡ്രൈ ഐസ് എന്തിനാണ് ഉപയോഗിക്കുക? റെഫ്രിജറന്റ് ഫോർ ഐസ്ക്രീം. ഐസ്ക്രീം അതേപോലെ തന്നെ ഫ്രോസൺ ഫുഡൊക്കെ തണുപ്പിക്കുന്ന അവിടെ ആ തണുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഡ്രൈ ഐസ് ഉപയോഗിക്കാം. ഓക്കെ, ഫസ്റ്റ് ഇത് ക്ലിയർ ആണപ്പോ? ക്ലിയർ. ഓക്കെ, രണ്ടാമത്തെ യൂസ് എഴുതാം. ഗ്യാഷ്യസ് CO2, ഗ്യാഷ്യസ് കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്യാഷ്യസ് കാർബൺ ഡൈ ഓക്സൈഡ് is used in carbonated soft drinks. അത് സോഡ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നു. Gaseous carbon dioxide is used in carbonated soft drinks. കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ അവിടെ നമ്മൾ ഗ്യാഷ്യസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുക. പിന്നെ മൂന്നാമത്തെ എഴുതാം. കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി യൂസ്ഡ് ആസ്, നോർമലി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്.
Carbon dioxide can be used as a fire extinguisher. Fire extinguisher. തീ അണക്കാൻ ഉപയോഗിക്കുന്നു. Carbon dioxide can be used as fire extinguisher. Fire extinguisher ആയിട്ട് തീ അണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇന്നെടുത്ത ഭാഗം ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ടൊന്ന് വായിക്കുക. ഒന്ന് വായിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യേ. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ ആകെ കാർബണിന്റെ 3 അലോട്രോപ്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, അതേപോലെ സിലിക്കന്റെ 2 കോമ്പൗണ്ട്, സിലിക്കോൺ, സിലിക്കേറ്റ്, സിയോലൈറ്റ്, അങ്ങനത്തെ 2-3 ചെറിയ കോമ്പൗണ്ട്, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഒറ്റ ക്ലാസ്സോട് കൂടെ എന്ത് ചെയ്യും, ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യും. ചെറുത് കുറച്ചേ ബാക്കിയുള്ളൂ. അത് എടുക്കാൻ ഇന്നത്തെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ലെവലല്ല. അതുകൊണ്ട് ഇന്നെടുത്ത ഭാഗം വേഗം വായിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം. ഏതാണ് ആ PbI4? കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഈ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. CCl4 cannot be hydrolyzed ഒന്നും കൂടെ പറയുമോ? ഓക്കെ, അതായത് ഹൈഡ്രോളിസിസ് നടക്കുക എന്ന് പറഞ്ഞാൽ H2O ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു കോമ്പൗണ്ട് ഹൈഡ്രോളിസിസ് നടക്കണമെങ്കിലും H2Oയിലെ ഓക്സിജനിൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, നമ്മൾ കണ്ടു. ആ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ആ കോമ്പൗണ്ടിലെ സെൻട്രൽ എലമെന്റിൽ ഫ്രീ ആയിട്ടുള്ള സ്പേസ് വേണം. ഇവിടെ CCl4ലെ സെൻട്രൽ എലമെന്റ് കാർബൺ ആണ്. അപ്പൊ കാർബൺക്ക് ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ല. ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വാട്ടറിലെ ഓക്സിജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് എവിടെ ഇല്ല, CCl4ലെ കാർബണിൽ ഇല്ല. അതുകൊണ്ടാണ് ഹൈഡ്രോളിസിസ് നടക്കാത്തത്. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും, റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞോ, റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, മക്കൾ അതേപോലെ ആർക്കെങ്കിലും വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കും ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ, ഡൗട്ട് ഇല്ലാത്തവരൊക്കെ ലീവ് ചെയ്തോളൂ.